English, computer. ഓരോന്ന് പറ. English, computer, ആ Malayalam, ആ ഹലോ ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ്. കാര്യം രാവിലെ എടുക്കുന്നതാണ്. ഇതിപ്പോൾ ഒരു 6:15 ആയിട്ടുണ്ട് കേട്ടോ. 6 മണി 5:45 ഉണർന്ന് പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് 6 മണിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ 6:15 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് 6 മണി തൊട്ട് കേശപ്പ സ്കൂളിൽ പോകുന്ന 9 മണി വരെയുള്ള ഇതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് വിശേഷങ്ങളാണ്, ഓട്ടപ്പാച്ചിലും എല്ലാം കൂടി ഉള്ള ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പോൾ രാവിലെ സമയത്ത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോ കാണിക്കുന്നത്. മിക്കവാറും എൻ്റെ മോർണിംഗ് റുട്ടീനിലെല്ലാം കാണുന്ന കാഴ്ചകളൊക്കെയാണ്. പിന്നെ ഇന്നത്തെ കുക്കിങ്ങും എന്തൊക്കെ കേശപ്പന് കൊണ്ടുപോകുന്നത് എല്ലാം കാണിക്കുക ഈ വീഡിയോയിൽ കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ സ്കൂളുള്ള ദിവസമൊക്കെ നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ, തലേ ദിവസമേ പ്ലാൻ ചെയ്യുമല്ലോ. നാളെ എന്ത് വേണം, ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് വേണം, ലഞ്ചിന് എന്ത് കൊടുത്തു വിടണം, ഇതെല്ലാം പ്ലാൻ ചെയ്തായിരിക്കുമല്ലോ എല്ലാവരും കിടക്കുന്നത്. അപ്പോൾ ഞാനും അതുപോലെ തന്നെ ഇന്നലെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഫ്രൈഡ് റൈസോ നെയ്ച്ചോറോ അങ്ങനെ എന്തെങ്കിലും റൈസായിട്ട് കൊടുത്തു വിടാം. പിന്നെ ഉപ്പുമാവാണ് ഇന്ന് രാവിലെ കാപ്പിക്ക്, പഴം ഉണ്ടായിരുന്നു, അതും എടുക്കാമെന്നൊക്കെ വിചാരിച്ചാണ് കിടന്നത്. അതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷനൊന്നുമില്ല, രാവിലെ വന്ന് ഇതൊക്കെ ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പം അരി ഞാൻ ആദ്യമേ തന്നെ അതേ വെള്ളം വേവാൻ വേണ്ടി വെക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഗ്ലാസിൻ്റെ അരി എടുക്കുന്ന അതനുസരിച്ച് വെള്ളം ഒഴിച്ചാണ് വെച്ചിരിക്കുന്നത്. അതാകുമ്പോൾ വറ്റിച്ചെടുക്കാമല്ലോ. അതിൽ കുറച്ച് നെയ്യും കൂടി ഇട്ട് പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക അതെല്ലാം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പും ഇട്ട് വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നോക്കിയപ്പോൾ ക്യാരറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ബീൻസ് ഒന്നുമില്ല. അപ്പോൾ ക്യാരറ്റ് മാത്രം ഇട്ടിട്ട് അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. ആ ഒരു ക്യാരറ്റിനെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ട് ഒരു സവാളയും ക്യാരറ്റും കൂടി അരിയുന്നത് ഉപ്പുമാവിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ചിലർ ഇഞ്ചിയൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഈ ഉപ്പുമാവിൽ ഇഞ്ചിയുടെ ആ ഒരു മണമൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇഞ്ചി ഒഴിവാക്കിയിട്ട് പച്ചമുളകും ക്യാരറ്റും സവാളയും കൂടെ അരിഞ്ഞെടുത്ത് കേട്ടോ. അപ്പോൾ നമ്മുടെ അരി വേകുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് ക്യാരറ്റിനെയൊക്കെ ഒന്ന് വഴറ്റി അതിനൊന്ന് വേകണമല്ലോ. അപ്പോൾ അതിനെയും കൂടി റെഡിയാക്കി എടുക്കാമെന്നേ. അപ്പോൾ കുറച്ച് ഒരു 1.5 ഗ്ലാസ് അരിയേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ചെറിയ ഗ്ലാസ്സാണ്, അപ്പോൾ പെട്ടെന്ന് ആയിക്കോളും. അപ്പോൾ അതേ കുറച്ച് നമ്മുടെ ഗോൾഡ് വിന്നർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അത് ഒഴിച്ച് അതിനകത്തും കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ട് നമ്മുടെ ക്യാരറ്റിനെ ഒന്ന് വഴറ്റി ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഒന്ന് വഴറ്റി അടച്ച് വെക്കും. അടച്ച് വെക്കുമ്പോഴത്തേക്കിനും അതിരുന്നങ്ങ് വെന്തോളും കേട്ടോ. അപ്പോൾ ആ സമയത്തേക്ക് നമ്മുടെ റൈസൊക്കെ വെള്ളമൊക്കെ പറ്റി ഞാനൊന്ന് തുറന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിനെ ഒന്ന് ഇളക്കിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. എങ്ങനത്തെ വീഡിയോസ് വേണമെന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ക്യാരറ്റ് വേകുന്ന സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു ഉപ്പുമാവും കൂടി അങ്ങ് ആക്കി വെക്കാമെന്നേ. ഇതിൻ്റെ ഇടയ്ക്ക് ഇതിനെ തുറന്നൊന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കുന്നതാണേ. അപ്പോൾ നമ്മുടെ ഉപ്പുമാവിന് വേണ്ടിയിട്ട് കടുവറുത്ത് വറ്റൽമുളകും ഒക്കെ ഇട്ടിട്ട് ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാലും ശരിയാവാത്ത ഒരു 2 സാധനങ്ങളുണ്ട് കേട്ടോ. ഒന്ന് രസവും ഒന്ന് ഉപ്പുമാവുമാണ് കേട്ടോ. അപ്പോൾ എപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കിയാലും ഞാൻ ശരിയാകുമോ എന്നൊക്കെ ഓർത്തുണ്ടാക്കുന്ന ഒരു സാധനമാണ്. അങ്ങനെ കടുക് വറുത്ത് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഞാൻ ക്യാരറ്റൊക്കെ ഇട്ടിട്ട് അടച്ച് അതിനെ ഒന്ന് വെച്ചിട്ട് അപ്പോഴത്തേക്കിനും നമ്മുടെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ഞാൻ വെച്ച ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി വഴട്ടിയിട്ട് നമ്മുടെ മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ചു കേട്ടോ. ഇന്ന് മുട്ട ചേർത്തുണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു മുട്ടയും എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് റൈസല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഒരു മുട്ട മതി. അപ്പോൾ മുട്ടയും കൂടി ഇട്ട് ഇളക്കിയിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കേട്ടോ. അപ്പോൾ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കഴിഞ്ഞ് നമ്മുടെ ചോറും കൂടി ഇട്ട് കൊടുത്ത് ചോറിനെ നല്ലപോലെ ഇതിനകത്തിട്ട് ഇളക്കിയിട്ട് നമ്മുടെ മല്ലിയിലയും കൂടി ഇട്ട് വെച്ച് അടച്ചങ്ങ് വെച്ച് കേട്ടോ കുറച്ച് നേരത്തേക്ക്. അപ്പോൾ ആ സമയത്തേക്ക് കൊണ്ട് നമ്മുടെ ഉപ്പുമാവിൻ്റെ ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വെള്ളം ഒഴിച്ച് കുറച്ച് ഒരു നുള്ളു പഞ്ചസാരയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി അതിൽ ചേർത്തിരിക്കുന്നത്. അപ്പം ചെറിയൊരു മധുരത്തോടുള്ള ഉപ്പുമാവാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർത്തിരിക്കുന്നത്. എനിക്ക് ഈ വെള്ളം ഒഴിക്കുന്ന കണക്കാണ് അത്ര അറിയാതെ. അതായത് ഈ നോൺ സ്റ്റിക്ക് അല്ലാത്ത പാത്രത്തിലൊന്നും ഉണ്ടാക്കി എനിക്ക് ചിലപ്പോൾ ശരിയാവാറില്ല. ഇതിനകത്ത് പിന്നെ അടിയിലൊന്നും പിടിക്കത്തില്ലാത്തതുകൊണ്ട് ഒന്ന് മൂടി വെച്ച് അത് എടുക്കുമ്പോഴത്തേക്കിന് പക്ഷേ നല്ല സോഫ്റ്റ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. English, computer, math, EVS, Hindi, Malayalam, MS. ഏതൊക്കെയുണ്ടെന്ന് പറഞ്ഞു തരണേ, ഞാൻ അപ്പോൾ എടുത്തെടുത്ത് തരാം. English, computer, Malayalam, math, EVS, മലയാളം ഉണ്ടോ? Hindi,
ഇന്നങ്ങനെ നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ കേശപ്പൻ. ഞാൻ വിളിച്ചൊന്നുമില്ല, ഞാൻ അടുക്കള ജോലി ചെയ്തുകൊണ്ട് നിന്നപ്പോഴേ താൻ എണീറ്റ് വന്ന്. ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ, ഇത് എങ്ങനെ എണീറ്റ് വന്നതെന്തോ. കഴിഞ്ഞ ദിവസം ഒരു ദിവസം രാവിലെ ഇങ്ങനെ എണ്ണീപ്പിച്ച് ഞാൻ കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്ന് ഓർത്ത് എണ്ണീറ്റ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ് ടൈം ടേബിളൊക്കെ കേശപ്പൻ തന്നെ വായിച്ചതാണ്, ഞാൻ ഓരോന്നോരോന്ന് എടുത്തൊക്കെ വെക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്ന് ഇന്ന് വായിച്ചൊക്കെ തരുന്നുണ്ട്. അതൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നോക്ക്, പെൻസിൽ എത്ര എണ്ണമാണ് വെച്ചിരിക്കുന്നതെന്നുണ്ടോ, അതിനകത്ത് ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. ദേ അച്ചയുടെ ഫോട്ടോയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. എടുത്ത് മാറ്റാനേ സമ്മതിക്കത്തില്ല. എൻ്റെ ഫോട്ടോയൊന്നും കൊണ്ടുപോകാൻ പറഞ്ഞാൽ അവന് വേണ്ട, അവൻ്റെ അച്ചയുടെ ഫോട്ടോ മാത്രമേ എപ്പോഴോ ഒരു ചേട്ടൻ ഇങ്ങനെ പേഴ്സിൽ നിന്ന് എടുത്തപ്പം കിട്ടിയതാണേ. അപ്പോൾ അവൻ അത് വാങ്ങിച്ച് കുറേ നാളുകൊണ്ടേ ഇത് വെച്ചിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം വേറൊരു ഫോട്ടോ ആയിരുന്നു കേട്ടോ, ഈ പ്രാവശ്യം ആകുമ്പോഴത്തേന് ഈ ഒരു ഫോട്ടോ. അപ്പം ഞാൻ തുറന്ന് നോക്കത്തില്ലെന്ന് വിചാരിച്ചിട്ട് ബോക്സിനകത്ത് എത്ര പെൻസിൽ പിന്നെ കുഴപ്പമില്ല, 2-3 ചെറുതും വലുതൊക്കെ ആയിട്ടുള്ളത് നോക്കിയപ്പോൾ കട്ടർ തന്നെ ഒരു 2 കട്ടർ, എറേസർ, ഞാൻ എല്ലാം ഓരോന്ന്. കട്ടർ ഇവർക്ക് കൊടുത്തേ വിടണ്ടെന്നാണ് ടീച്ചർമാർ പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ പിന്നെ ഒരു കട്ടർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്നെ കാണാതെ എടുത്ത് വെച്ചിരുന്ന ഞാൻ അതെല്ലാം എടുത്ത് മാറ്റി കേട്ടോ. അങ്ങനെ എല്ലാം ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് നേരെ തുണി നനയ്ക്കാൻ പോയി കേട്ടോ. അപ്പോൾ രാവിലത്തെ ജോലികളിലുള്ള ഒരു ജോലിയാണ് എൻ്റെ ഈ തുണി നനപ്പ് കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരത്തെ ഞങ്ങൾ തേങ്ങയൊക്കെ പൊതിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഇതെല്ലാം കിടപ്പുണ്ടേ. അതെല്ലാം ഇനി ഉണങ്ങിയതിന് ശേഷം മാത്രമേ എനിക്ക് ഇവിടുന്ന് പറക്കി മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അത് ആ ഒരു സൈഡിൽ തന്നെ ഇട്ടിട്ട് അവിടെ എല്ലാം അങ്ങ് തൂത്തുവാരി കേട്ടോ. അപ്പോൾ രാത്രിയിൽ എന്തോ ചെറുതായിട്ട് മഴ ചാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതുകൊണ്ട് തൂത്തിട്ടൊന്നും നീങ്ങുന്നൊന്നുമില്ല. പിന്നെ അതിനെ എല്ലാം തൂത്തിട്ട് വേണം ഇനി തുണി നനയ്ക്കാൻ വേണ്ടി. തുണി നനച്ച് പിന്നെ ഇതുവഴി കൂടി ഇങ്ങനെ വെള്ളം ഒഴുകി കഴിഞ്ഞാൽ പിന്നെ ഒട്ടും തൂക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആദ്യമേ തൂപ്പ് കഴിഞ്ഞതിന് ശേഷമേ ഞാൻ തുണി നനയ്ക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ ഒരു ചെറിയ ഒരു മഴക്കോളൊക്കെ ഉണ്ട് കേട്ടോ, വെയിലില്ലാത്ത മഴക്കോൾ. അതാണ് സൂര്യൻ ഒരുമാതിരി മങ്ങിയൊക്കെയാണ് വന്ന് നിൽക്കുന്നത് കേട്ടോ. പിന്നെ ദേ തുണി കഴുകാൻ വേണ്ടിയിട്ട് കല്ലൊക്കെ കഴുകി. അങ്ങനെ കല്ല് കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ചക്ക കൊണ്ടുവരുന്ന അമ്മച്ചി വന്നിരുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ അമ്മച്ചി ഒന്നിടവിട്ടൊക്കെയാണ് വരുന്നത് ചക്ക ഉള്ളപ്പോഴേ. അപ്പോൾ ഇന്ന് വന്നപ്പോൾ ഞാൻ ദേ 30 രൂപയ്ക്കും കൂടി വാങ്ങിച്ചിരുന്നു കേട്ടോ. ഈ 30 രൂപയ്ക്ക് ഇതേ കണ്ട എൻ്റെ വായിലോട്ടാണ് പോകുന്നത്. ചക്കയെന്ന് വെച്ചാൽ ഇത്ര പ്രാന്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ചക്ക. അപ്പോൾ അമ്മച്ചി തിരിച്ച് പോയപ്പോഴത്തേക്കും ഞാൻ ഗേറ്റ് അടയ്ക്കാൻ വേണ്ടി പോയി. പിന്നെ രാവിലെ ആയതുകൊണ്ട് വലുതായിട്ടൊന്നും കഴിച്ചില്ല. ഒരു ചക്ക നിന്നിട്ട് നേരെ കൊണ്ടുവച്ചിട്ട് തുണി അലക്കൽ പരിപാടി തുടങ്ങി. രാവിലെ തുണി നനച്ചിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ വെയിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് വിരിച്ചിട്ടാലേ വെള്ളം തോന്നു കഴിഞ്ഞ് മഴ പെയ്യുകയാണെങ്കിൽ തന്നെ മുകളിൽ എനിക്ക് കൊണ്ടിടാം കേട്ടോ. അതുകൊണ്ട് രാവിലത്തെ തുണിയലപ്പങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ജോലി തീർന്നെന്നാണ് എൻ്റെ ഒരിത് കേട്ടോ. അങ്ങനെ എല്ലാ ദിവസവും ഉള്ള തുണികൾ നനയ്ക്കും, ഞാൻ അങ്ങനെ കൂട്ടിയിടാറേ ഇല്ല. എനിക്ക് മടിയാണ്, വേറെ ഒന്നും കൊണ്ടല്ല, ഒരുമിച്ചിട്ട് നനയ്ക്കുന്നത് മടിയാണ്. കൂടുതൽ ഒരുപാട് ജോലി ചെയ്താൽ മടിയാണ്. എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കണം, അത് എൻ്റെ അങ്ങനത്തെ ഒരു സ്വഭാവമാണ് കേട്ടോ. അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉള്ളൊരു കമൻറ്റ് ചെയ്യണേ. അങ്ങനെ തുണിയെല്ലാം നനച്ചിട്ടിട്ട് നേരെ വന്നതേ. അപ്പോൾ എന്നെ ചക്ക നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും എൻ്റെ കൈ അതിലോട്ട് പോയി കേട്ടോ. ചക്ക കണ്ടാൽ പിന്നെ അതിൽ നിന്ന് ഓരോ ചുളയെടുത്ത് നിന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത്. പിന്നെ ഞാൻ ലഞ്ച് ബോക്സൊക്കെ കിട്ടുവാണ് കേട്ടോ. അപ്പോൾ ഫ്രൈഡ് റൈസൊക്കെ ആകുമ്പോഴത്തേക്കിനെ ഇവർ കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്ത്, ഇവർക്ക് പിള്ളേർക്കെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമല്ലേ ചോറിനേക്കാളും ഫ്രൈഡ് റൈസും ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടുതലായിട്ടൊക്കെ വെക്കും കേട്ടോ, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ വെള്ളമൊക്കെ എടുത്ത് കൊണ്ടുവച്ചു കേട്ടോ. അപ്പോൾ ടവലിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. പപ്പടം പൊള്ളിച്ചിട്ട് അവിടെ വെച്ചിരുന്നു, അതെടുത്തില്ലായിരുന്നു. പിന്നെ രണ്ടാമത് വീണ്ടും എടുത്തുകൊണ്ട് വന്നിട്ട് ആണ് കെട്ടിയൊക്കെ എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ കേശപ്പനെ കുളിപ്പിക്കണം, ഫുഡ് കഴിക്കണം. ഇപ്പോൾ 8 മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. ഇനി സാവധാനം ചെയ്താൽ മതി. 8 മണിയാകുമ്പോഴത്തേക്കിന് ലഞ്ച് ബോക്സ് കെട്ടലും എല്ലാം കഴിയും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് നേരം 8:15, 8:20 വരെയൊക്കെ ഇങ്ങനെ ഞാൻ വെറുതെ ഇരുന്നു കേട്ടോ. അതിനൊക്കെ ശേഷമാണ് കേശപ്പനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഡ്രസ്സും ചെയ്ത് ഇരുത്തിയതിന് ശേഷം ഞാൻ ഫുഡ് വാരി കൊടുക്കുകയുള്ളൂ സ്കൂളിൽ പോകുമ്പോൾ കേട്ടോ. ഒറ്റയ്ക്ക് കഴിക്കാൻ കൊടുക്കുകയില്ല, ഡ്രസ്സിലൊക്കെ ആക്കുന്നതുകൊണ്ട് ഞാൻ തന്നെ വാരി കൊടുക്കും. അങ്ങനെ എല്ലാം ആയി. ഇനിയിപ്പോൾ പോയാൽ മാത്രം മതി കേട്ടോ, ഫുഡ് കൊടുക്കുന്നതൊന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ ദേ അവരങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു ആണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല്. ഒന്ന് ലൈക്കും കൂടെ ചെയ്യണേ, കമൻറ്റ് ഇടണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.